Son of my soul, thou Savior dear, it is not night if thou be near. O men, O earth-born cloud, arise to hide thee from thy servant's eyes. When the soft dews of kindly sleep my wearied eyelids gently steep, be my last thought how sweet to rest forever on my Saviour's breast. Abide with me from morn till eve, for without thee I cannot live. Abide with me when night is nigh, for without thee I dare not die. If some poor wandering child of thine has spurned today the voice divine, now Lord the gracious work begin, let him no more lie down in sin. Watch by the sick and reach the poor with blessings from thy boundless store. Be every mourner sleep tonight, like infant slumbers pure and light. Come near and bless us when we wake, and through the world our way we take, till in the ocean of thy love we lose ourselves in heaven above. Warm greetings to all my viewers in the mighty name of our Lord and Savior Jesus Christ. ഇന്നത്തെ നമ്മുടെ കീ വേഴ്സ് ഞാൻ എടുത്തിരിക്കുന്നത് സദൃശ്യവാക്യങ്ങളിൽ നിന്നാണ്. പ്രോവേർബ്സ് ചാപ്റ്റർ 30 വേഴ്സസ് 7 and 8. 2 കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ. 1, വ്യാജവും ഫോഷ്കും എന്നോട് അകറ്റണമേ. 2, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. O God, I beg 2 favors from you before I die. First, help me never to tell a lie. Second, give me neither poverty nor riches. Give me just enough to satisfy my needs. Dear sisters and brothers in Christ, മനുഷ്യൻ്റെ വാർദ്ധക്യ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു വിചിന്തനമാണ് ഈ ഞായറാഴ്ച നാം നടത്തുന്നത്. UN-ൻ്റെ കണക്ക് പ്രകാരം 65 വയസ്സിന് മുകളിൽ ഒരു മനുഷ്യൻ എന്നാണോ മരിക്കുന്നത് ആ സമയം വരെയുള്ള അവൻ്റെ അവസ്ഥയാണ് വാർദ്ധക്യാവസ്ഥ. യുവജനങ്ങളെക്കാൾ വാർദ്ധക്യാവസ്ഥയിലായിരിക്കുന്നവരുടെ എണ്ണം കൂടുതലുള്ള ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വൃദ്ധജനങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നാം ഓർക്കേണ്ടതായ പല കാര്യങ്ങളുമുണ്ട്.
ഒന്നാമതായി അവരുടെ യഥാർത്ഥ അവസ്ഥയെപ്പറ്റി നാം ബോധമുള്ളവരായിരിക്കണം. അവരുടെ ശാരീരികവും മാനസികവും ആത്മീകവുമായ അവസ്ഥകളെപ്പറ്റി. രണ്ടാമത്, അവരോടുള്ള മക്കളുടെയും കൊച്ചുമക്കളുടെയും ചുറ്റുപാടുമുള്ളവരുടെയും ഒക്കെ മനോഭാവം. മക്കളില്ലാത്തവരാണെങ്കിൽ മറ്റുള്ളവരുടെ മനോഭാവം അവരോടെങ്ങനെയാണ്, അതവരുടെ മാനസികവും ശാരീരികവും ആത്മീയവുമായ തലങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു, അത് നാം ഓർക്കണം. മൂന്നാമതായി, നമ്മിൽ നിന്നും വാർദ്ധക്യത്തിലായിരിക്കുന്നവർ എന്താണ് ആഗ്രഹിക്കുന്നത്, അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്. നാലാമതായി, അവരിൽ നിന്നും മറ്റുള്ളവർ എന്താണ് ആഗ്രഹിക്കുന്നത്. വാർദ്ധക്യത്തിലായിരിക്കുന്നവർ ചിലപ്പോൾ ആരോഗ്യമുള്ളവരായിരിക്കാം, രോഗമില്ലാത്തവരായിരിക്കാം, സന്തോഷമുള്ളവരായിരിക്കാം, സംതൃപ്തിയുള്ളവരായിരിക്കാം. ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ തലങ്ങളിലും നല്ല രീതിയിൽ പോകുന്നവർ ആയിരിക്കാം ചിലപ്പോൾ. പക്ഷേ പലപ്പോഴും അവർ ബലഹീനരാകുന്നു, രോഗാതുരരാകുന്നു. അവരുടെ പല മേഖലകളിലും അവർക്ക് സന്തോഷമില്ലാത്തവരാകുന്നു, ആവലാതിപ്പെടുന്നവരാകുന്നു, ക്ലേശം സഹിക്കുന്നവരാകുന്നു, വേദന അനുഭവിക്കുന്നവരാകുന്നു, അവഗണന അനുഭവിക്കുന്നവരാകുന്നു. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. എല്ലാവരും ഒരുപോലെയല്ല. ഭൂരിഭാഗം ആളുകളും വാർദ്ധക്യത്തോടടുക്കുമ്പോൾ അവർ ബലഹീനരാണ്. അപ്പോൾ മറ്റുള്ളവർ അവരോട് എങ്ങനെയാണ് ഇടപെടുന്നത്? മറ്റുള്ളവരെ പോലെ അവർക്ക് പെട്ടെന്ന് സഞ്ചരിക്കുവാനോ, സംസാരിക്കുമ്പോൾ ഓർമ്മയിൽ നിന്ന് കാര്യങ്ങൾ പറയുവാനോ സാധിക്കാതെ വരുന്നു. പലപ്പോഴും മറവി അവരെ പിടികൂടുന്നു, അവരുടെ മൊബിലിറ്റി നഷ്ടപ്പെടുന്നു. അവർ വേദനയിൽ ചിലപ്പോൾ പിറുപിറുക്കുകയും പരാതി പറയുകയും, അതുപോലെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്തതായ പരാമർശങ്ങളോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. പക്ഷേ നമ്മുടെ മനോഭാവം അവരോട് എങ്ങനെയായിരിക്കണം? അതായത് അവരെക്കാൾ പ്രായം കുറഞ്ഞവർ എങ്ങനെയാണ് അവരോട് ഇടപെടേണ്ടത്? നമ്മുടെ മുഖത്തെ ദേഷ്യവും ക്രോധം, അതുപോലെ നാം ശകാരിക്കുന്നത്, ആക്രോശിക്കുന്നത്, ഇതൊന്നും താങ്ങുവാനുള്ള ശക്തി അവർക്കില്ല. അവരുടെ ആ ശക്തി, ആ മാനസികമായ ആ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ എത്രമാത്രം കരുതലോടെ നാം ആയിരിക്കണം. അവരെ നാം മനസ്സിലാക്കണം. അവരെ മനസ്സിലാക്കുവാൻ അവരുടെ പ്രായത്തിൽ നാം ചെല്ലണമെന്നില്ല. അതിനു മുമ്പേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കുന്നതിനാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. വെറുതെയുള്ള അറിവല്ല അണ്ടർസ്റ്റാൻഡിങ്. മറ്റുള്ളവരെ മനസ്സിലാക്കുക. അതിന് നമ്മുടെ ഉള്ളിൽ വേണ്ടത് നല്ല ഗുണങ്ങൾ, ദൈവികമായ ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ നാം ആയിരിക്കുമ്പോൾ ഏത് പ്രായത്തിലുള്ളവരെയും അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. അത് ദൈവദത്തമാണ്. ആ ഒരു കഴിവ് നാം ആർജിക്കണം.
ഇത്രയും പറയുമ്പോൾ നാം വിചാരിക്കും അവരിൽ നിന്നും നാം ചിലതൊക്കെയും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത്. അവരുടെ സാന്നിധ്യം നാം പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ കൂടെ വരണം, കുറച്ച് നാൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം, ചില കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഞങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് നാം പറയുമ്പോൾ അവർ അതിന് തയ്യാറാകണം. അതുപോലെ അവർക്ക് ചെയ്യാവുന്ന ജോലികളൊക്കെയും അവർ ചെയ്യേണ്ടതാണ്. വെറുതെ സമയം കളയാതെ അവരുടെ ആരോഗ്യത്തിനും അവരുടെ ഇഷ്ടത്തിനും അനുസരിച്ച് ചെയ്യാവുന്ന ജോലികളിലൊക്കെയും അവർ വ്യാപൃതരാകേണ്ടതാണ്. അതുപോലെ അവരുടെ കൊച്ചുമക്കളെയും അവരുടെ അടുക്കൽ ആരൊക്കെയാണോ വരുന്നത് അവരോടൊക്കെയും അനുഭവങ്ങൾ പറയുകയും അവരെ പഠിപ്പിക്കേണ്ടതായ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും ഇടപെടുവാൻ തക്കവണ്ണം പ്രായമായവർ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഇടപെട്ട് അഭിപ്രായം പറയുവാൻ നിൽക്കാതെ, അല്ലെങ്കിൽ തങ്ങൾ പറയുന്നത് നടപ്പാക്കണം എന്ന് വാശി പിടിക്കാതെ അവർ ആയിരിക്കണം. അതവർ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമാണ്. അഥവാ അവർ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവരോട് നാം ആക്രോശിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ കോപിക്കേണ്ട കാര്യമോ ഇല്ല. അത് സാവധാനം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതിൻ്റെ അർത്ഥം ഒരു തരത്തിലും മാനസികമായി അവരെ തളർത്തുവാൻ പാടില്ല. കാരണം ദേ ആർ നിയറിങ് ടു ദെയർ ഗ്രേവ്സ്. അതെപ്പോഴും നാം മനസ്സിലാക്കേണ്ടതാണ്. മരണം എപ്പോഴും എല്ലാ മനുഷ്യനെയും ഏത് പ്രായത്തിലും പിടികൂടാം. എങ്കിൽ തന്നെയും വാർദ്ധക്യത്തിലായിരിക്കുന്നവർ, അവരെ നാം ഇക്കാര്യം പറഞ്ഞ് പ്രയാസപ്പെടുത്തേണ്ട ആവശ്യമില്ല. വാർദ്ധക്യത്തിലായിരിക്കുന്നവർ ബലഹീനരാണ് എന്ന് നാം മനസ്സിലാക്കണം. ആ രീതിയിലാണ് അവരോട് പൊതുതത്വങ്ങൾ പറയേണ്ടത്. പൊതുതത്വങ്ങൾ പറഞ്ഞു കേൾപ്പിച്ച് അവരെ കൊണ്ട് അത് അംഗീകരിപ്പിക്കേണ്ട പ്രായമല്ല അവരുടേത്. അത് യുവജനങ്ങൾ തമ്മിൽ പറഞ്ഞ് അങ്ങനെ അവർ അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പ്രായത്തിലും രോഗത്തിലും വേദനയിലും ഇരിക്കുന്ന ആൾക്കാരോട് പൊതുതത്വങ്ങളൊക്കെയും പറഞ്ഞ് അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ സഹിക്കണം, അങ്ങനെ ചിന്തിക്കണം എന്ന് പറഞ്ഞ് അവരെ കൊണ്ടത് സമ്മതിപ്പിക്കുവാൻ ശ്രമിച്ചുകൂടാ. ആ ഒരു ഉദ്യമം ഉപേക്ഷിക്കണം. അത് ചെയ്യുവാനേ പാടില്ല. പിന്നെ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത്, പ്രായമാകുന്നവർ പ്രായമേറുന്തോറും അവരിൽ കയറിക്കൂടുന്ന ചിന്താഗതിയാണ്, തങ്ങൾ യുവാക്കളായിരുന്നപ്പോൾ അല്ലെങ്കിൽ ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെയും ചെയ്തു, ഇനി അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അത്രയും ഒക്കെ ചെയ്തതും മതി. ആ രീതിയിൽ ചിന്തിക്കുവാൻ പാടില്ല. നാം മരിക്കുന്നിടം വരെയും നമുക്ക് കഴിയുന്നത് നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് നാം ഓരോ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുകയും ഒക്കെയും ചെയ്യണം. വ്യാപൃതരായിരിക്കണം. എല്ലാ മേഖലകളിലും പ്രായമായവർ വ്യാപൃതരായിരിക്കണം. അതിന് മറ്റുള്ളവർ അവരെ അനുവദിക്കുകയും വേണം. ദൈവികമായ കാര്യങ്ങളിൽ പ്രായമാവുമ്പോൾ അവർ ഒരു വിമുഖത കാണിക്കുന്നതായി നാം കാണും. അതായത് ദൈവത്തിൽ നിന്നും പതിയെ പതിയെ പിന്മാറുക, പ്രാർത്ഥിക്കാതിരിക്കുക, വചനം വായിക്കാതിരിക്കുക,
ദൈവത്തെപ്പറ്റി അല്ലെങ്കിൽ ദൈവം ചെയ്ത നന്മകളെപ്പറ്റി മറ്റുള്ളവരോട് പറയാതിരിക്കുക, അതിൽ താല്പര്യം കാണിക്കാതിരിക്കുക. ഇവർ വിചാരിക്കും, എന്തിനാണ് ഞാൻ പറയുന്നത്? അവർക്കറിയാമല്ലോ, ദൈവത്തെപ്പറ്റി അവർക്കറിയാമല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് പറയുന്നത്? പക്ഷേ ദൈവത്തിൽ നിന്നും പതിയെ പതിയെ പിന്മാറുന്ന ഒരവസ്ഥ പ്രായമായവരിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അതിന് വിപരീതമായ മറ്റൊരവസ്ഥയുണ്ട്. അവർ ഓരോ കാര്യത്തിനും ദൈവത്തെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്തിനാണ് ഈ വേദന വരുത്തുന്നത്? എന്തിനാണ് ഈ രോഗം വരുത്തുന്നത്? ഇതിന് ദൈവത്തിനുള്ള ഉദ്ദേശം എന്താണ്? എന്താണ് ഞാൻ മരിക്കാൻ ആഗ്രഹിച്ചിട്ടും മരിക്കാത്തത്? എന്നെ എന്താണ് നേരത്തെ വിളിക്കാത്തത്? എന്നൊക്കെയും പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥ, ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ. ദൈവത്തെപ്പറ്റി പരാതി പറയുക, ദൈവത്തോട് പരിഭവം പറയുക, ദൈവത്തെ കുറ്റപ്പെടുത്തുക, അങ്ങനെ എപ്പോഴും ദൈവത്തെ പൊറുതി മുട്ടിക്കുന്ന ഒരു അവസ്ഥ വൃദ്ധരായവരിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ രണ്ട് എക്സ്ട്രീമിറ്റീസാണ് അവർക്കുള്ളത്. ഒന്നുകിൽ ദൈവത്തിൽ നിന്ന് പിന്മാറും. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ദൈവത്തെ വിളിക്കുന്നത്? അല്ല എങ്കിൽ ദൈവത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്ന് എന്താണ് ഇതിനെയൊക്കെ കാരണം? എന്താണ് ഈ അസമാധാനത്തിന് കാരണം? എന്താണ് ഈ സംതൃപ്തിയില്ലാത്ത അവസ്ഥയ്ക്ക് കാരണം? എന്താണ് ഈ വേദനയ്ക്ക് കാരണം? ഇങ്ങനെ ദൈവത്തെ ഓരോ കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ആവലാതി പറഞ്ഞ് അവരെ കാണുവാൻ ചെല്ലുന്ന ആളുകളോടും ഇങ്ങനെ പറഞ്ഞ് ഒരു സന്തോഷമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ചുറ്റുമുള്ളവർക്ക് എങ്ങനെയാണ് അവരെ സഹായിക്കുവാൻ കഴിയുക? ചുറ്റുമുള്ളവർക്ക് അവരെ സഹായിക്കുവാൻ കഴിയുമോ? നിശ്ചയമായും കഴിയും. ദൈവസന്നിധിയിൽ നിന്നും അവർ ക്രമേണ വഴുതിപ്പോകുന്നത്, തിരുവചനം വായിക്കാതിരിക്കുന്നത്, പ്രാർത്ഥിക്കാതിരിക്കുന്നത്, ദൈവവിഷയങ്ങളിൽ താല്പര്യമില്ലാതിരിക്കുന്നത്, ആരാധനയ്ക്കായി ദേവാലയത്തിലേക്ക് കടന്നു പോകുവാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും വേണ്ട ആരോഗ്യമുണ്ടായിട്ടും അതിന് മടി കാണിക്കുന്നത്, ഇതെല്ലാം ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കണം. അതിലവർ ജാഗരൂകരായിരിക്കണം. അവരത് മനസ്സിലാക്കണം. അവിടെയാണ് അവരുടെ വിജയം. ഇതവർ മനസ്സിലാക്കിയില്ല എങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് വളരെ വലുതാണ്, അതിഭീമമാണ്. വലിയ വില അവർ കൊടുക്കേണ്ടി വരും. കാരണം അങ്ങനെ ഒരു അവസ്ഥയിൽ പ്രായമായവർ അവരുടേതായ ശാരീരിക ബലഹീനത, അത് നിമിത്തമുണ്ടാകുന്ന കാര്യങ്ങളിൽ വിഷമമുണ്ടാക്കുകയും അത് ചുറ്റുപാടുമുള്ള മക്കളിലും കൊച്ചുമക്കളിലും അതുപോലെ വേണ്ടപ്പെട്ടവരിലുമെല്ലാം ഉണ്ടാക്കുന്ന ഒരു കലക്കം അതിന് കാരണമാകും. അതിന് കാരണക്കാരൻ മറ്റാരുമല്ല, വൃദ്ധരായവരുടെ ഈ ബലഹീന അവസ്ഥ മുതലെടുക്കുവാൻ തക്കവണ്ണം അവിടെ ആയിരിക്കുന്നു ദുഷ്ടനായ സാത്താൻ. വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. അവൻ പ്രതിയോഗിയാണ്. ഏതവസ്ഥയിലാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുവാൻ കഴിയുക? ഇത്രമാത്രം ജാഗ്രത പുലർത്തുന്ന ഈ സാത്താൻ അവൻ്റെ പ്രവർത്തികളെ തറപറ്റിക്കുവാൻ നാം ജാഗരൂകരായിരിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം.
വൃദ്ധജനങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് വൃദ്ധരായവരല്ല. അവർ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ ദൈവത്തെയും ദൈവവചനത്തെയും മറികടന്ന് മാറ്റി ചിന്തിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നത് മറ്റാരുമല്ല, സാത്താനാണ്. ആ ബോധമാണ് ചുറ്റുമുള്ളവർക്ക് ഉണ്ടാകേണ്ടത്. ദൈവത്തിലെ ആശ്രയം പ്രായം കൂടുന്തോറും കൂടുതൽ കൂടുതൽ ഉറപ്പിക്കുവാൻ ചുറ്റുമുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത്. അവരുടെ അടുത്ത് പോയിരുന്ന് തിരുവചനം വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും അവരെ കൊണ്ട് വായിപ്പിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും അവരിലുള്ള ദൈവാനുഭവങ്ങൾ നാം കേൾക്കത്തക്കവണ്ണം അവരെ കൊണ്ട് പറയിപ്പിക്കുകയും ഒക്കെയും ചെയ്യേണ്ടത് ചുറ്റുമുള്ളവരുടെ കടമയാണ്. അതവർ നിർബന്ധമായും ചെയ്തിരിക്കണം. അങ്ങനെ ഒരു എക്സർസൈസാണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്. ഇതൊരു പതിവാക്കണം. തന്നിമിത്തം അവരുടെ മനസ്സിലും അവരുടെ ശരീരത്തിലും ഉണ്ടാകുന്ന ആ സൗഖ്യം, ആ ബലം, ആത്മബലം, ആത്മാവിൻ്റെ ആ നല്ല അനുഭവം, ഇതെല്ലാം ആ ഭവനത്തിലുള്ള സന്തോഷത്തിനും തൃപ്തിയായിട്ടുള്ള ആ അവസ്ഥയ്ക്കും, കാരണം അവിടെ ആരും അല്ലാത്ത അവസ്ഥയിലല്ല. എല്ലാവർക്കും ഒരു സംതൃപ്തിയാണ് അവിടെ ഉണ്ടാകുന്നത്, സന്തോഷമാണ് ഉണ്ടാകുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരുവാൻ നമുക്ക് കഴിയും. അത് നമ്മുടെ കൂട്ടായ പ്രയത്നമാണ് അവിടെ ആവശ്യമായി വരുന്നത്. നാം എല്ലാത്തിനും പ്രായമായവരെ അവർ ചെയ്യട്ടെ, അവർക്കറിയാം. അവർ ആരോഗ്യമുള്ളപ്പോൾ, അവർ യുവാക്കളായിരുന്നപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം ഇടപെട്ടവരാണ്. അതുകൊണ്ട് അവർക്ക് വസ്തുതകളെല്ലാം അറിയാം, ബൈബിൾ അറിയാം, പ്രാർത്ഥന അറിയാം എന്ന് കണ്ട് നാം മാറിയിരുന്നു കൂടാ. കാരണം ഇപ്പോൾ അവർ ബലഹീനരാണ്. അവരുടെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും എല്ലാം ബന്ധിക്കുവാൻ തക്കവണ്ണം, ദൈവസന്നിധിയിൽ അകറ്റുവാൻ തക്കവണ്ണം ദുഷ്ടൻ കൂടെയുണ്ട്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം എന്നത് മനസ്സിലാക്കുന്നുവോ അന്ന് നാം ശ്രദ്ധയോടെ അവരെ പരിചരിക്കും. ഏതു തരത്തിലുള്ള പരിചരണമാണ് വേണ്ടത്? ദൈവിക കാര്യങ്ങളിൽ പരിചരിക്കുമ്പോൾ, അതായത് ആത്മാവിന് സൗഖ്യവും സന്തോഷവും സംതൃപ്തിയും വരുമ്പോൾ അതവരുടെ മനസ്സിലേക്കും തദ്വാര ശരീരത്തിലേക്കുമായി മാറുന്നു. അങ്ങനെ അവർ സന്തോഷമുള്ളവരും ആരോഗ്യമുള്ളവരും തൃപ്തരുമായി മാറുന്നു. ഈ അവസരത്തിലാണ് പ്രായമായവരുമായുള്ള മക്കളുടെയും കൊച്ചുമക്കളുടെയും ബന്ധുക്കളുടെയും ഭവനത്തിലുള്ളവരുടെയും ആ അടുപ്പം എത്രമാത്രം നാം വിലമതിക്കണം, അതിനുവേണ്ടി യത്നിക്കണം എന്ന് മനസ്സിലാക്കുന്നത്. നാം അവിടെ അവരെ കരുതുകയാണ് ചെയ്യുന്നത്. അവർ പ്രായം ആകുന്നതിന് മുമ്പ് നമ്മെ പഠിപ്പിച്ചതൊക്കെയും നാം പഠിച്ചതാണല്ലോ. ഇപ്പോൾ അവർ ബലഹീനരായി കഴിഞ്ഞു. നാം എത്രമാത്രം അവരെ സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും വേണം. അങ്ങനെ ചെയ്യാത്തവരെ പറ്റി വിശുദ്ധ ബൈബിൾ ഈ പ്രോവേർബ്സിൽ തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഉദാഹരണത്തിന് പ്രോവേർബ്സ് ചാപ്റ്റർ 23 വേഴ്സ് 22, നിന്നെ ജനിപ്പിച്ച അപ്പൻ്റെ വാക്ക് കേൾക്ക, നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. ഓരോ ഭവനത്തിലും നാം കാണുന്നതാണ് പ്രായമായവരെ നിന്ദിക്കുന്നു എന്നുള്ളത്. എത്രമാത്രം ദോഷമാണ് ദൈവസന്നിധിയിൽ, അതെത്ര പാപമാണ്. മറ്റൊരു വേഴ്സ് പ്രോവേർബ്സ് ചാപ്റ്റർ 30 വേഴ്സ് 17, അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കുത്തിപ്പറിക്കുകയും കഴുകിൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും.
The eye that mocks a father and that scorns an aged mother will be pecked out by the ravens of the valley and will be eaten by the vultures. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ആരും കടന്നു പോകാതിരിക്കട്ടെ. വൃദ്ധരാകുക എന്നത് ആരുടെയും കുറ്റമല്ല. അത് നാം മനസ്സിലാക്കണം. അതിനോടനുബന്ധിച്ച് വരുന്ന കാര്യങ്ങളെല്ലാം ചുറ്റുമുള്ളവർ ഏറ്റെടുത്ത് അവരോടൊപ്പമുള്ള യാത്രയാണ് ജീവിതം. ഇതുവരെ നാം ചിന്തിച്ചത് ആമുഖമായിരുന്നു. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഇന്നത്തെ വചനപാഠങ്ങൾ. ഫ്രം ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്, ദ ബുക്ക് ഓഫ് പ്രോവേർബ്സ്, chapter 30 verses 4 to 9. From the New Testament, the Gospel according to St. Matthew, chapter 6 verses 5 to 15. Acts of the Apostles, chapter 12 verses 1 to 12. And Ephesians, chapter 3 verses 14 to 21. പ്രായമാകുന്തോറും മനുഷ്യൻ ദൈവവുമായും ദൈവവചനവുമായുള്ള ബന്ധത്തിൽ അതിർ കടന്നു പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ടു എക്സ്ട്രിമിറ്റീസ്. ഒന്നുകിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ക്രമേണ അകന്നകന്ന് മാറിപ്പോകും, അല്ല എങ്കിൽ ദൈവവചനത്തോട് കൂട്ടിച്ചേർത്ത് സ്വയമായി വ്യാഖ്യാനിച്ച് അങ്ങനെ അതിർ കടന്നു പോകുന്ന കാഴ്ച. ഇത് ചെയ്യുന്നത് മറ്റാരുമല്ല, ദുഷ്ടനായ സാത്താനാണ്. ദൈവവചനത്തിൻ്റെ നിർമ്മലത നശിപ്പിച്ച് മനുഷ്യനെ ദൈവത്തിൽ നിന്നകറ്റുന്ന സാക്ഷാൽ പിശാച്. നമുക്ക് നോക്കാം ആദ്യത്തെ വചനപാഠം. സദൃശവാക്യങ്ങൾ 30-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഈ അധ്യായം ക്രോഡീകരിച്ചത് മധ്യപൂർവ്വദേശവാസിയായ ഒരു അറബി സന്യാസിയാണെന്ന് കരുതപ്പെടുന്നു. അറൗണ്ട് 700 BCE. അദ്ദേഹത്തിൻ്റെ പേരാണ് ആഗൂർ. അതുകൊണ്ട് ഈ അധ്യായത്തെ ബുക്ക് ഓഫ് ആഗൂർ അഥവാ സേയിങ്സ് ഓഫ് ആഗൂർ എന്ന് പറയുന്നു. ഈ വചനങ്ങൾ ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകളായി അദ്ദേഹം വിലമതിക്കുന്നു. വളരെ ഘനമേറിയവ. മനുഷ്യർ വിനയമുള്ളവരായിരിക്കാനും ധാർഷ്ട്യവും അഹങ്കാരവും തെറ്റാണെന്നും തന്മൂലം അവയ്ക്കെതിരെയുള്ള മുന്നറിയിപ്പുമായിട്ടാണ് ഈ വചനങ്ങൾ നിലകൊള്ളുന്നത്. ആഗൂർ ഈസ് നോൺ ഫോർ ഹിസ് ബാലൻസ്ഡ് തിങ്കിങ്. ഹി വൈസ്ലി പ്രേഡ് ഫോർ എ മിഡിൽ സ്റ്റേജ്. ദൈവം മാനവജാതിക്ക് തൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നതിൽ തൃപ്തിയോടെ ആയിരിക്കുക, അതാണ് ആഗൂർ പറയുന്നത്. അതിന് പകരം അത് സ്വബുദ്ധിയിൽ വ്യാഖ്യാനിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നതിന് പുറത്തേക്ക് കടക്കുവാൻ നിരൂപിക്കേണ്ടതില്ല. അങ്ങനെ തങ്ങൾ വലിയ ബുദ്ധിമാന്മാരാണെന്ന് നിരൂപിക്കുന്നവർ യഥാർത്ഥ വചനത്തിന് വിരുദ്ധമായ വ്യാജമായ കപടമായ വചനങ്ങൾ കൂട്ടിച്ചേർക്കുന്നവരാണ്. ഇത് സാത്താൻ്റെ പണിയാണ്. ദേ ആർ കൗണ്ടർഫീറ്റിംഗ് ഗോഡ്സ് വേർഡ്. അങ്ങനെ ചെയ്യുന്നവരെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഇത് ദൈവമഹിമയെ ഒറ്റിക്കൊടുക്കുന്ന വലിയ തെറ്റിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കും. സാത്താന് വേണ്ടതും ഇതത്രേ. ആഗൂർ വളരെ എളിമയുള്ളവനാണ്. താൻ ദൈവിക വെളിപ്പാടുകൾക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, സത്യത്തിനു വേണ്ടി, ജ്ഞാനത്തിനു വേണ്ടി ദാഹിക്കുന്നവനായിരുന്നു. ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ നാം അതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വസ്തുത, ദ മോർ എൻലൈറ്റൻഡ് പീപ്പിൾ ആർ, ദ മോർ ദേ ലമെന്റ് ദെയർ ഇഗ്നോറൻസ്. ഏത് വലിയ ജ്ഞാനിയും എളിമയുള്ളവനായിരിക്കും. ജ്ഞാനം കൂടുന്തോറും തൻ്റെ ഇഗ്നോറൻസ് അവൻ മനസ്സിലാക്കും.
തനിക്കൊന്നും അറിയില്ല എന്നുള്ള ഒരു ബോധ്യം അവനുണ്ടാകും. ദൈവത്തെ അറിയുവാൻ, അവൻ്റെ കൃപയും കരുണയും ആർജിക്കുവാൻ അവൻ മനസ്സ് വയ്ക്കും. അതവൻ്റെ എളിമയാണ്. നമുക്ക് വായിക്കാം വേഴ്സ് 4 ഓൺവേർഡ്സ്. സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവൻ ആര്? കാറ്റിനെ തൻ്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവൻ ആര്? വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവൻ ആര്? ഭൂമിയുടെ അറുതികളൊക്കെയും നിയമിച്ചവൻ ആര്? അവൻ്റെ പേരെന്ത്? അവൻ്റെ മകൻ്റെ പേരെന്ത് നിനക്കറിയാമോ? യേശുക്രിസ്തുവിന് മുമ്പ് 700-ാം ആണ്ടിൽ ക്രോഡീകരിക്കപ്പെട്ട ഈ വചനത്തിൽ ആഗൂർ ചോദിക്കുകയാണ്, ഇത് അറിയാമോ എന്ന്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇന്നറിയാം ഇതാരായിരുന്നു എന്ന്. ഇതാരാണെന്ന് നമുക്കറിയാം. സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവൻ ആര്? ആരാണവൻ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് അവൻ. അതുപോലെ കാറ്റിനെ തൻ്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവൻ ആര്? വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവനാര്? ഭൂമിയുടെ അറുതികളൊക്കെ നിയമിച്ചവനാര്? അവൻ്റെ പേരെന്ത്? എന്താണ് അവൻ്റെ പേര്? ഗോഡ് ദ ഫാദർ, യാഹ്വേ, അബ്ബാ. അവൻ്റെ മകൻ്റെ പേരെന്ത് നിനക്കറിയാമോ? അറിയാമോ? അവൻ്റെ മകനാണ് ഗോഡ് ദ സൺ, യാഹ്വേ, യാഷ്വ. ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. അവൻ്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്. അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. 2 കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഇത് നമ്മുടെ കർത്തൃപ്രാർത്ഥനയോട് ഒക്കുന്നു. അന്നുള്ള ആഹാരം നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുവാനാണ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. പ്രേ ഫോർ അവർ ഡെയിലി ബ്രെഡ്. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് ദൈവം ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. ഇവിടെ ഒരു ബാലൻസ്ഡ് തിങ്കിങ് ആണ്, ഒരു മിഡിൽ സ്റ്റേറ്റാണ് ആഗൂർ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ വചനത്തിലൂടെ നാം അങ്ങനെ ആയിരിക്കണം. ഞാനത് ഒന്നുകൂടെ വായിക്കാം. Who else but God goes back and forth to heaven? Who else holds the wind in his fist and wraps up the oceans in his cloak? Who but God has created the world? If there is any other, what is his name? And his son's name, if you know it. Every word of God proves true. He defends all who come to him for protection. Do not add to his words, lest he rebuke you and you be found a liar. O God, I beg 2 favors from you before I die. First, help me never to tell a lie. Second, give me neither poverty nor riches. Give me just enough to satisfy my needs. For if I grow rich, I may become content without God. And if I am too poor, I may steal and thus insult God's holy name. നാം പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം എളിമയോടും ലാളിത്യത്തോടും ആയിരിക്കണം. നമ്മുടെ പ്രാർത്ഥന ലളിതമായിരിക്കണം എന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ശാസ്ത്രിമാരും പരീശന്മാരും പ്രാർത്ഥിക്കയിൽ
അതിർ കടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. എക്സ്ട്രീം എൻഡിലേക്ക് അവരങ്ങ് പോകും. അതായത് അവർ ഇഷ്ടപ്പെട്ടിരുന്നത് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുവാനാണ്, മറ്റുള്ളവരെ കേൾപ്പിക്കുവാനാണ്, അവരെ കാണിക്കുവാനാണ് ഇവർ പ്രാർത്ഥിച്ചിരുന്നത്. തങ്ങൾ വലിയ പ്രാർത്ഥനക്കാരാണ്, വലിയ ദൈവഭക്തരാണ് എന്ന് മറ്റുള്ളവർ അറിയണം എന്ന് ഇവർ ആഗ്രഹിച്ചിരുന്നു. യേശു അവരെ വിളിച്ചത് കപടഭക്തിക്കാർ എന്നാണ്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോ പ്രാർത്ഥിക്കയിൽ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. മറ്റുള്ളവരെ കാണിക്കേണ്ടതിനല്ല, നിങ്ങളുടെ ഹൃദയം ദൈവമുമ്പാകെ പകരുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്നാണ് യേശു പഠിപ്പിച്ചത്. എത്ര ലളിതമായ പ്രാർത്ഥനയാണ് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അതിനുദാഹരണമാണ് ഇന്നത്തെ നമ്മുടെ ഇൻട്രൊഡക്ടറി സോങ്, എന്നാത്മാവിൻ ആദിത്യനെ എൻ പ്രിയ രക്ഷാകരനെ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനാഗാനം. എത്ര ലളിതമായ പ്രാർത്ഥനയാണ്. ദൈവം നമ്മുടെ ഹൃദയത്തെയാണ് നോക്കുന്നത്. ഹൃദയത്തിലുള്ളതിനാണ് ദൈവം പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാതെ എത്രത്തോളം കൂടുതൽ നാം പ്രാർത്ഥിച്ചു എന്നോ, പ്രാർത്ഥനയിൽ എത്ര സമയം ചിലവഴിച്ചു എന്നോ, എത്ര നല്ലവണ്ണം പ്രാർത്ഥിച്ചു എന്നോ ഒന്നുമല്ല. It is not with the quantity and quality of words in prayer that God is impressed, but by what is in your heart. The quality of our heart. അതാണ് ദൈവത്തിന് ആവശ്യം. അതാണ് ദൈവം നോക്കുന്നത്. അതുപോലെ ഡു നോട്ട് യൂസ് വെയിൻ റെപ്പറ്റീഷൻസ്. നിങ്ങൾ പ്രാർത്ഥനയിൽ ജൽപ്പനം ചെയ്യരുത് എന്നും യേശുക്രിസ്തു പഠിപ്പിച്ചു. ദൈവത്തിന് പരിഗണന കൊടുക്കാതെ മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുവാനോ സ്വയം തൃപ്തി വരുത്തുന്ന പ്രാർത്ഥനയോ ദൈവം അംഗീകരിക്കില്ല. വാർദ്ധക്യത്തിലായിരിക്കുന്നവർ യേശുക്രിസ്തു പറഞ്ഞതുപോലെ മറ്റുള്ളവരോട് വൈരം വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മുടെ അനേകമായ പാപങ്ങൾ ദൈവം ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരുടെ തെറ്റുകളും കുറവുകളും കുറ്റങ്ങളും നാമും ക്ഷമിക്കണം. അതുപോലെ വി ആർ ടു ഇൻ്റർസീഡ് ഫോർ അതേഴ്സ്. പ്രായമായവർ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇൻ്റർസെഷൻ നടത്തുവാൻ കഴിയുന്നത് ഒരു വലിയ കാര്യമാണ്. അങ്ങനെ ഒരാൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നവർക്ക് മാത്രമേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുള്ളൂ. അവരുടെ ആവശ്യം എന്താണ്, അവരെന്തിനാണ് വിഷമിക്കുന്നത്, അവർ നേരിടുന്ന പ്രതിസന്ധികൾ എന്തെല്ലാമാണ് എന്നറിയണമെങ്കിൽ അവരുടെ കാര്യത്തെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവരാണ് ഇൻ്റർസെസറി പ്രെയർ നടത്തുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്യുന്നത്. ദൈവസന്നിധിയിൽ മധ്യസ്ഥരായി അവർ പ്രാർത്ഥിക്കും. പ്രാർത്ഥന എന്നത് ദൈവത്തിന് മുമ്പിൽ ചില ലിസ്റ്റുകൾ നിരത്തുന്നതല്ല, പിന്നെയോ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങൾക്ക് ഒത്തവിധം നാം നമ്മെ സജ്ജമാക്കുന്നതാണ്. അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി സ്ഥിരതയോടെ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകുന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ടു ഗ്രോ ടു ദ ഫുൾ സ്റ്റാച്ചർ ഓഫ് ക്രൈസ്റ്റ്. പ്രാർത്ഥനയിൽ നാം സാധിച്ചെടുക്കുന്നത് അതാണ്. ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തോട് കൂട്ടാളികളായി തീരുവാൻ ഉള്ള ഒരു യജ്ഞമാണത്. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന സത്യങ്ങൾക്കൊത്ത വിധം നാം നമ്മെ തന്നെ സജ്ജമാക്കുകയാണ് പ്രാർത്ഥനയിലൂടെ നാം ചെയ്യുന്നത്. അതുപോലെ റെക്കഗ്നൈസ് ഗോഡ് ആസ് ഇൻറ്റിമേറ്റ്. മാതാപിതാക്കളെ ഓർക്കുന്നത് കുട്ടികളോ യുവാക്കളോ മാത്രമല്ല,
വൃദ്ധരായിരിക്കുന്നവരും അവരുടെ മാതാപിതാക്കളെ എപ്പോഴും ഓർക്കും. അങ്ങനെ മാതാപിതാക്കളെ ഓരോ വേളകളിലും അവർ ഓർക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരുടെയും പിതാവായ, നമ്മുടെ എല്ലാം പിതാവായ സ്വർഗസ്ഥനായ ആ പിതാവിനെ ഓർക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് നാം ആദ്യം ചെയ്യേണ്ടത്. സ്വർഗസ്ഥനായ പിതാവായ ആ ദൈവത്തെ നാം മറന്നുകൊണ്ട് ഉള്ള മറ്റോർമ്മകൾ ശരിയാകില്ല. ആദ്യം നാം ഓർക്കേണ്ടത് എല്ലാവരുടെയും പിതാവായ നമ്മുടെ സൃഷ്ടാവായ നമ്മുടെ ദൈവത്തെയാണ്. മറ്റോർമ്മകളെല്ലാം അതിന് താഴെ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻറ്റിമസി നമ്മുടെ മാതാപിതാക്കളോട് ഉള്ളതിനേക്കാൾ കൂടുതൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനോടാണ് എന്ന് ഈ പ്രാർത്ഥനയിൽ യേശുതമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുവാൻ. പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അങ്ങനെയാണ് നിങ്ങൾ വിളിക്കേണ്ടത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പ്രായമായവർക്ക് പലപ്പോഴുമുള്ള ഒരു കംപ്ലൈൻ്റാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു തോന്നലാണ്, ഞങ്ങളെ ആരും കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, കേൾക്കുന്നില്ല, ഒരു കാര്യത്തിലും ഉൾപ്പെടുത്തുന്നില്ല, ഞങ്ങളെ അവഗണിക്കുകയാണ്, സ്നേഹിക്കുന്നില്ല, കരുതുന്നില്ല. പക്ഷേ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കളെക്കാളോ കൊച്ചുമക്കളെക്കാളോ സഹോദരി സഹോദരങ്ങളെക്കാളോ സുഹൃത്തുക്കളെക്കാളോ നാം എപ്പോഴും ഓർക്കുന്ന മാതാപിതാക്കളെക്കാളോ ഏറ്റവും ഇൻറ്റിമേറ്റായിട്ട് നമ്മോടൊപ്പം ഉള്ളതാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് യേശുക്രിസ്തു നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത്. മുന്നമേ നാം ഓർക്കേണ്ടത് ആ പിതാവിനെയാണ്. ഏറ്റവും ഇൻറ്റിമേറ്റായിട്ട് നമുക്കുള്ള നമ്മുടെ സ്നേഹിതനാണ് നമ്മുടെ ദൈവം. ആ ദൈവം എല്ലാ കാര്യത്തിലും നമ്മെ ഉൾപ്പെടുത്തും. അവൻ നമ്മെ ശ്രദ്ധിക്കും, കരുതും, കാണും. ഏറ്റവും കൂടുതൽ നമ്മെ സ്നേഹിച്ചത് നമ്മുടെ ദൈവമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സ്വന്തം പുത്രനായ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുവാൻ ആ ദൈവത്തിന് തിരുമനസ്സായി. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് നിത്യജീവൻ തന്നില്ലേ? ആ ദൈവവുമായുള്ള നമ്മുടെ ഇൻറ്റിമസി, അതാണ് കൗണ്ട് ചെയ്യുന്നത്. പ്രായമായവർക്ക് ആ ഒരു ഇൻറ്റിമസി അത് കാത്തു സൂക്ഷിക്കണം. അവിടെ ഒരിക്കലും ഒരു വിള്ളലുണ്ടാകുവാൻ പാടില്ല, ഒരു വിടവുണ്ടാകുവാൻ പാടില്ല. നമുക്കറിയാം, നമ്മെ ആരും കൊലയ്ക്ക് കൊടുത്തിട്ടില്ല. അതായത് നാളെ നിങ്ങളെ കൊല്ലും, അല്ലെങ്കിൽ നാളെ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ് എന്നൊന്നും ആരും നമ്മോട് പറഞ്ഞിട്ടില്ല. എന്നാൽ അങ്ങനെ മരണത്തിന് വിധിക്കപ്പെട്ട ഒരു വൃദ്ധൻ, ഒരു പ്രായമായ വ്യക്തി ദൈവവുമായുള്ള ആ ഇൻറ്റിമസി കാത്തു സൂക്ഷിച്ചതുകൊണ്ട് അത്ഭുതകരമായി എങ്ങനെയാണ് ദൈവം ഇടപെട്ട് ആ വ്യക്തിയെ വിടുവെച്ചത്, രക്ഷിച്ചത്, ആ വ്യക്തിയോട് സംസാരിച്ചത് എന്ന് നമുക്ക് പഠിക്കാം അടുത്ത വചനപാഠത്തിൽ നിന്നും. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 12 വേഴ്സസ് 1 to 11 വായിക്കാം. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു. പത്രോസിനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി
അവനെ കാപ്പാൻ 4 ചേവകറുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞ ആ വൃദ്ധൻ പത്രോസാണ്. പത്രോസിന് സംഭവിച്ച കാര്യമാണ് ഞാനീ വായിക്കുന്നത്. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹെരോദ രാജാവ് അവനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. യേശുക്രിസ്തുവിനെ പ്രഘോഷിച്ചതിനാലാണ് ഈ പത്രോസിനെ കൊല്ലുവാനായി ഹെരോദ രാജാവ് ഭാവിക്കുന്നത്. ഹെരോദ രാജാവ് പത്രോസിനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിൻ്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗൃഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താനൊരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കൽ എത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദ രാജാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ സംഭവിച്ചതായി ഈ വേദഭാഗത്ത് നാം വായിച്ചു കേട്ടത് ഹെരോദ് അഗ്രിപ്പ 1-ാമൻ രാജാവിൻ്റെ കാലത്ത് ആദിമസഭയിലുണ്ടായ പീഡകളാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരുടെയും ക്രിസ്തുമാർഗം പ്രസംഗിച്ചവരുടെയും പീഡകരായി ഈ രാജാവും കൂട്ടരും മാറിക്കഴിഞ്ഞു. അവർ പത്രോസിനെയും പിടിച്ചു. അതിനു മുമ്പ് യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ അവർ പിടിച്ച് വാൾ കൊണ്ട് വെട്ടിക്കൊന്നിരുന്നു. ഇക്കാര്യം അവിടുത്തെ സന്നദ്ധിയും സംഘത്തിലുള്ളവർക്ക് ഈ രാജാവിനോടുള്ള താല്പര്യം കൂട്ടുവാൻ ഇടയാക്കി. കാരണം അവൻ പത്രോസിനെയും കൊല്ലുമല്ലോ. അന്ന് പെസഹാപ്പെരുന്നാളായിരുന്നത് കൊണ്ട് പിറ്റേ ദിവസം പത്രോസിനെ സന്നദ്ധിയും സംഘത്തിൻ്റെ മുമ്പാകെ നിർത്തുവാൻ അതവരുടെ മതക്കോടതിയായിരുന്നു. അവിടെയാണ് കുറ്റവാളികളെ വിസ്തരിക്കുന്നത്. അങ്ങനെ നിർത്തുവാൻ തക്കവണ്ണം പത്രോസിനെ ആ രാത്രിയിൽ ജയിലിലടച്ചു. 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ പത്രോസിനെ ആക്കി. ഈ സമയം പത്രോസിനു വേണ്ടി സഭ മുഴുവൻ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. രാത്രി മുഴുവൻ അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ ആ കാരാഗൃഹത്തിൽ ഇറങ്ങി. പത്രോസിൻ്റെ കൈമേൽ നിന്ന് 2 ചങ്ങലയും അഴിഞ്ഞു വീണു. കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ ഒന്നിനു പുറകെ ഒന്നായി തുറക്കപ്പെട്ടു. ഒടുവിൽ പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് വാതിലും അവൻ്റെ മുമ്പാകെ തനിയെ തുറന്നു. പത്രോസ് രക്ഷപ്പെട്ടു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം വൃദ്ധനായ പത്രോസിന് വേണ്ടി സഭ മുഴുവൻ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച കാര്യമാണ്. പത്രോസിന് ദൈവവുമായിട്ടുള്ള ആ ഇൻറ്റിമസി എത്രമാത്രം കൂടുതലായിരുന്നു. ആ ജനത്തിനും വൃദ്ധനായ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഒരു കർത്തവ്യബോധം ഉണ്ടായിരുന്നു. ഇവിടെ വൃദ്ധജനങ്ങളെ അനുസ്മരിക്കുന്ന ഈ ഞായറാഴ്ച നാം ഓർക്കേണ്ടത് നമ്മുടെ വൃദ്ധജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭ തയ്യാറാകുമോ? അങ്ങനെ ഒരു ദിവസമോ കുറേ മണിക്കൂറുകളോ
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം സഭ ഒരുക്കുമോ? വൃദ്ധജനങ്ങൾക്ക് ദൈവവുമായുള്ള ഇൻറ്റിമസി എപ്പോഴെങ്കിലും അളക്കുവാൻ, മനസ്സിലാക്കുവാൻ സഭാ ശുശ്രൂഷകർ ശ്രമിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അവർക്ക് ദൈവവുമായുള്ള ബന്ധം? ആ ബന്ധം ഒരിക്കലും അറ്റുപോകാൻ പാടില്ല. അത് അറ്റുപോകുവാൻ അനുവദിക്കരുത്. അതിനുവേണ്ടി ദൈവശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ഈ വൃദ്ധജനങ്ങളുടെ മക്കളും കൊച്ചുമക്കളും കൂടെയുള്ളവരും എല്ലാം ഇതിനു വേണ്ടി യത്നിക്കേണ്ടതാണ്. കാരണം ബലഹീന അവസ്ഥയിൽ ആ ബലഹീനത മുതലെടുക്കുവാൻ ശത്രുവായ സാത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൽ നിന്നും അവരെ അകറ്റുവാൻ ഓരോരോ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഇട്ടുകൊടുത്തുകൊണ്ട് അവരുടെ ബലഹീനതയിൽ അവരെ ആക്രമിക്കുവാൻ പ്രതിയോഗിയായ സാത്താൻ അലറുന്ന സിംഹം പോലെ ചുറ്റിത്തിരികയാണ്. അത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ വചനപാഠം നാം പഠിക്കുമ്പോൾ വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ കടമ, അവരെ പ്രാർത്ഥനയിൽ താങ്ങി നിർത്തേണ്ട നമ്മുടെ കടമ, അതാണ് സ്മരിക്കപ്പെടുന്നത്. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഒരു കെട്ടിടം എങ്ങനെയാണ് പണിയപ്പെട്ടിരിക്കുന്നത്? അതിൻ്റെ മൂലക്കല്ലും അടിസ്ഥാന കല്ലുകളും അതിന്മേൽ ചേർത്ത് വെച്ച് പണിതിരിക്കുന്ന ഓരോരോ കല്ലുകളും എല്ലാം യുക്തമായി ചേർന്ന് എങ്ങനെയാണോ ആ കെട്ടിടം രൂപപ്പെട്ടിരിക്കുന്നത്, അതുപോലെയാണ് ഒരു ഇടവകയിലെ ജനങ്ങളും. അവിടെ പണിയപ്പെടുന്നത് ഒരു ആത്മീക ഗൃഹമാണ്. അവിടെ വൃദ്ധരും യൗവനക്കാരും ബാല്യക്കാരും കുട്ടികളും എല്ലാം യുക്തമായി ചേർന്ന്, അതായത് പരസ്പരം ആത്മീക വർധന വരുത്തി ഒരുമിച്ച് പണിയപ്പെടുകയാണ്. അങ്ങനെ പണിതെടുക്കുവാനാണ് സഭാ ശുശ്രൂഷകർ ആയിരിക്കുന്നത്. എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് അവരെ ഒരുമിച്ച് വളർത്തി അവർക്ക് ആത്മീക വർധന വരുത്തി ക്രിസ്തു എന്ന തലയോളം വളരുവാൻ അവരെ സഹായിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് ദൈവഗ്രഹം പണിയപ്പെടുന്നത്. ഇത് നമ്മെ മനസ്സിലാക്കി തരുന്നു നമ്മുടെ അവസാനത്തെ വചനപാഠം, Ephesians chapter 3 verses 14 to 21. വായിക്കാം. യേശുക്രിസ്തു നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത്, സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശന്മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏകശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. യേശുക്രിസ്തു വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങളിനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് പരിശുദ്ധാത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ദൈവം തൻ്റെ സ്വന്തം ജനമെന്ന നിലയിൽ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടിയായിരുന്നു. അവരെ വിശുദ്ധീകരിച്ച് ചട്ടങ്ങളും കൽപ്പനകളുമെല്ലാം അടങ്ങുന്ന ന്യായപ്രമാണം അവർക്ക് നൽകിക്കൊണ്ട് ഒരുവൻ ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ
എങ്ങനെയാണ് ദൈവം അവനെ അനുഗ്രഹിക്കുന്നത്, കാത്തു പരിപാലിക്കുന്നത് എന്നത് ഈ ലോകം കാണണം. ആ നിലയിൽ ഇസ്രായേലിനെ ഈ ലോകത്തിന് ഒരു അടയാളമാക്കി നിർത്തിയിരിക്കുകയാണ്. തങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാനാണ് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്. മറ്റുള്ളവരാകട്ടെ ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരുമായി ജീവിക്കുകയായിരുന്നു. എന്നാൽ കാലത്തികവിങ്കൽ സർവജടത്തിൻ്റെയും സൃഷ്ടാവായ ആ ദൈവം മനുഷ്യനായി ഭൂമിയിൽ പ്രത്യക്ഷനായി. അവനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു എന്താണ് കാൽവറിയിൽ ചെയ്തത്? മനുഷ്യകുലത്തിൻ്റെ പാപമെല്ലാം തന്മേലേറ്റെടുത്ത് അവൻ അവർക്ക് പകരം അവർ മരിക്കേണ്ട സ്ഥാനത്ത് സ്വയയാഗമായി മാറി. അതിനുശേഷമുള്ള കാര്യമാണ് ഞാനിപ്പോൾ വായിച്ചത്. എന്താണ് ആ ക്രൂശിൽ നടന്നത്? അവിടെ നടന്നത് ദൈവത്തെ അറിഞ്ഞവരും ദൈവത്തെ അറിയാത്തവരും തമ്മിലുണ്ടായിരുന്ന ആ ശത്രുത ക്രൂശിൽ ദൈവം മാറ്റി. അവിടെ സമാധാനം സ്ഥാപിച്ചു. ഇരുപക്ഷത്തെയും അവൻ ഒന്നാക്കി. വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. സമാധാനപ്രഭുവായ യേശുക്രിസ്തുവാണ് ഈ സമാധാനം മാനവരാശിക്ക് കൊടുത്തത്. അതെങ്ങനെയാണ് മനുഷ്യൻ സ്വായത്തമാക്കുക? ആര് ഈ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമോ, അവൻ്റെ ആ പരമയാഗത്തിൽ, ആ രക്ഷണ്യ പ്രവൃത്തിയിൽ വിശ്വസിക്കുമോ, അവനാണ് രക്ഷ. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരാണ് ഒരുമിച്ച് ദൈവഗൃഹം ആയി പണിയപ്പെടുന്നത്. ആത്മീക ഗൃഹമായി അവർ പണിയപ്പെടുകയാണ്. യേശുക്രിസ്തുവാണ് അവിടെ മൂലക്കല്ല്. പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും അതിനുശേഷം നാം ഓരോരുത്തരും ഓരോ കല്ലുകളായി അങ്ങനെ ആ ദൈവഗൃഹം പണിയപ്പെടുകയാണ്. യേശുക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. ഈ ഞായറാഴ്ച നാം ഈ വേദഭാഗം പഠിക്കുമ്പോൾ ദൈവത്തിന് വൃദ്ധജനങ്ങളോട് ഒരു ദൂതുണ്ട്. എന്താണത്? തങ്ങളെ സ്നേഹിക്കുന്ന, തങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിച്ച, തങ്ങൾക്ക് ദൈവരാജ്യം തന്ന, തങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തന്ന, ആ നിത്യജീവൻ തന്ന ദൈവത്തെ പ്രഘോഷിക്കണം. ഏതവസ്ഥയിലായിരുന്നാലും ഈ ദൈവത്തെ, ഈ രക്ഷകനെ പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ഞായറാഴ്ച ദൈവം വൃദ്ധജനങ്ങൾക്ക് നൽകുന്ന ദൂതാണത്, നിയോഗമാണത്. അത് നാം ഏറ്റെടുക്കണം. പ്രിയ സഹോദരങ്ങളെ, കിൻഡർഗാർട്ടൻ ആൻഡ് ബെഥെസ്ദയിലെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുന്നു. പുതിയ ഒരു എപ്പിസോഡുമായി നാം വീണ്ടും കണ്ടുമുട്ടും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.